ഏകദേശം ഒരു 10, 20, 25 വയസ്സായ ഒരു പെൺകുട്ടി നോമ്പൊക്കെ എടുത്ത് പതിവ് പോലെ രാവിലെ ഒന്ന് കുളിക്കാൻ വേണ്ടി തലയിലും ശരീരത്തിലേക്ക് ഇങ്ങനെ എണ്ണ തേച്ച് നിൽക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറയണത്, പെണ്ണെ എനക്ക് നോമ്പില്ലേ, എണ്ണ തേച്ചാൽ നോമ്പ് മുറിയൂലേ എന്ന്. എണ്ണ തേച്ചാൽ നോമ്പ് മുറിയൂല എന്ന് പെണ്ണും പറഞ്ഞു. തമ്മിൽ ഭയങ്കര വാദമായി. റമദാൻ മാസമല്ലേ, നോമ്പ് തോറ്റിട്ട് ഈ പേരിൽ നമ്മളൊന്ന് തല്ലൂടണ്ട, വിഷയം നമുക്ക് ഉസ്താദിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഖത്തീബ് ഉസ്താദിന് ഫോൺ വിളിച്ചു. ആ ഖത്തീബ് ഉസ്താദ് ഞാനായതുകൊണ്ട് തന്നെ ഞാനും അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴാണ് ഞാനും അറിയുന്നത് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ സംശയം ആളുകൾക്കിടയിലുണ്ട്. നോമ്പ് നോറ്റ് എണ്ണ തേച്ചാൽ നോമ്പ് മുറിയോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി കിതാബ് എടുത്ത് നോക്കിയപ്പോൾ ഫതഹുൽ മുഈനിലെ മസ്അല കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. നോമ്പ് നോറ്റ് എണ്ണ തേച്ചാൽ അത് തലയിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും നോമ്പ് മുറിയൂല എന്നാണ്. അപ്പോൾ ശരീരത്തിൽ തേക്കുന്ന എണ്ണ അത് നമ്മുടെ വിയർപ്പ് വരുന്ന ആ ഒരു ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കൂലേ എന്നൊക്കെ ഒരു സംശയം. അങ്ങനെ പ്രവേശിച്ചാലും നോമ്പ് മുറിയൂല എന്ന് തന്നെയാണ് മസ്അല. ചുരുക്കി പറഞ്ഞാൽ നോമ്പുകാരനായിരിക്കെ നോമ്പുകാരിയായിരിക്കെ എണ്ണ തേച്ചു എന്നതുകൊണ്ട് അത് തലയിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലൊക്കെ അതിനി ശരീരത്തിൽ ഉണങ്ങിപ്പിടിച്ചാലും ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാലൊന്നും നോമ്പിനെ അത് ബാധിക്കൂല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.